വീണ തൈക്കണ്ടി ഇന്നലെ ED ഓഫീസിലെത്തി. ED രാത്രി ഫോൺ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിർണായകമായ രേഖകൾ കിട്ടി, രാവിലെ ഇങ്ങ് പോകുന്നേക്കെന്ന്. ഒരു പ്രശ്നമില്ലാതെ റിയാസ് കൊണ്ടുവന്നാക്കി വീണ അകത്ത് കയറിപ്പോയി. തിരിച്ചിറങ്ങിയപ്പോ നല്ല സങ്കടത്തിലൊക്കെയാണ് വരുന്നത്. തിരിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊക്കെ വരുന്ന വീണയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എല്ലാവർക്കും ഒരു സംശയമുണ്ട്. കാരണം ED മെയ് 27 ED വീണയുടെ വീട്ടിലേക്ക് മെയ് 27 വീണയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ കല്ലും കട്ടയും കുറുവടികളും പിന്നെ കുപ്പിച്ചില്ലും ഒക്കെ കൊണ്ട് EDയെ നേരിട്ടവര് ഇപ്പൊ വീണയെ സംരക്ഷിക്കാൻ ആരുമില്ല. വീണ സിനി നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാവം ആട്ടിൻകുട്ടിയെ പോലെ EDയുടെ അടുത്തേക്ക് പോയിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പല സത്യങ്ങളും, അതിൽ പിണറായി വിജയന്റെ പേരടക്കം പറഞ്ഞു എന്ന സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വീണ എല്ലാം ഛർദ്ദിച്ചിട്ടുണ്ട്, ED അതെല്ലാം പൊതിഞ്ഞു കെട്ടി എടുത്തിട്ടുമുണ്ട് എന്നാണ് കേൾക്കുന്നത്. വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഇത് 3-ാം തവണയാണ് വീണ്ടും ED വിളിക്കുന്നത്. എന്തായിരിക്കാം വീണ ഈ പാവം കുട്ടിയെ പോലെ ഒരു പ്രശ്നവുമില്ലാതെ EDക്ക് മുന്നിൽ പോകാനുള്ള കാരണം? ഈ വീണയും വീണയുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും CMRലും തമ്മിലുള്ള ബന്ധം, ഇതാണല്ലോ പ്രധാനമായിട്ടും ED അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീണ നൽകിയ മൊഴിയിൽ പലപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ടും സുതാര്യമായിട്ടും പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് SFIO നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ച രേഖകൾ, ഏതാണ്ട് 137 രേഖകളുണ്ട്, ആ രേഖകൾ ഉൾപ്പെടെ EDക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ആ രേഖകൾ കിട്ടാൻ കുറെ വൈകി. കിട്ടിയ ഉടനെയാണ് EDയിലെ ഉദ്യോഗസ്ഥർ വീണയെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യാൻ അടുത്ത ദിവസം വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. സാധാരണഗതിയിൽ വീണ അസുഖമാണ്, എനിക്ക് ഇന്ന് വരാൻ പറ്റില്ല, പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും നോക്കാം എന്നൊക്കെ പറയുന്ന ആള് ശരി ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞു വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ രാവിലെ 9:30 മണിക്ക് EDയുടെ ഓഫീസിൽ ഹാജരായി. ഈ ഹാജരാകുന്ന സമയത്ത് തന്നെ സമാന്തരമായിട്ട് കേരള പോലീസ് മറ്റൊരു അന്വേഷണം തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ധന്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ED ഉദ്യോഗസ്ഥർ വീണ വിജയന്റെ വാടക വീട്ടിലേക്ക് അന്വേഷണത്തിനായി എത്തിയപ്പോൾ ആ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ CPMന്റെ ഒരു കൂട്ടം ലോക്കൽ നേതാക്കളും ലോക്കൽ പ്രവർത്തകരും എത്തി. ആ പ്രാദേശിക പ്രവർത്തകർ കൂടി നിന്നപ്പോൾ അതിനിടയിലാണ് റെയ്ഡ് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥ സംഘം പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ സംഭവിച്ചെന്താ? നേരത്തെ പറഞ്ഞ പോലെ കല്ലും കട്ടയും ബോംബും ഒക്കെ ആയിട്ട് വന്നിട്ട് അടിച്ചു പൊട്ടിക്കുന്നു, എറിയുന്നു, ഈ ED ഉദ്യോഗസ്ഥരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു. അതിൽപ്പെട്ട 26ഓളം പേർ, IP ബിനു എന്ന് പറയുന്ന മുൻ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും റിമാൻഡിലാണെന്ന് തോന്നുന്നു. അത് ഉൾപ്പെടെയുള്ള പല ആളുകളുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരു മോബ്, ഒരാൾക്കൂട്ടം വന്ന് ആക്രമണം നടത്തണമെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ക്രിമിനൽ മനോഭാവമുള്ള ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, അയാളുടെ പേര് പാളയം സന്തോഷ്. ഈ പാളയം സന്തോഷിനെ ഇപ്പോൾ കാണാനില്ല. കാരണം ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കേരള പോലീസിന്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെയാണ് കേരള പോലീസ് 30 അംഗ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ നിയോഗിക്കുകയും ഇതിൽ പാളയം സന്തോഷ് എന്ന് പറയുന്ന ഒരാൾക്ക് നിർണായകമായ പങ്കുണ്ടെന്നും ഇയാൾ ശാരീരികമായി ED ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചിരുന്നു എന്നും മനസ്സിലാക്കിയത്. ഇയാളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാളെ കാണാനില്ല എന്ന് മാത്രവുമല്ല, ഇയാൾ രാജ്യം വിട്ടു എന്ന് മനസ്സിലാക്കി. കാരണം പാളയം സന്തോഷിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കേരള പോലീസിന് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ടി വരുന്നു. റെയിൽവേ സ്റ്റേഷനിലും പോലീസ് വിമാനത്താവളങ്ങളിലും ഒക്കെ റെയ്ഡ് നടത്തുന്നു, ചെക്ക് പോസ്റ്റുകളിൽ വലിയ പരിശോധന നടത്തുന്നു, ഇയാളെ കാണാനില്ല. ഇപ്പോൾ പോലീസ് ഒരു കാര്യം സ്ഥിരീകരിച്ചു, ഇയാൾ രാജ്യം വിട്ടു. അതായത് വീണയ്ക്ക് വേണ്ടി അരയും തലയും മുറുക്കി വന്ന് ഗുണ്ടാപ്രവർത്തനം നടത്തിയ ആള് രാജ്യം വിട്ടണമെങ്കിൽ വലിയ രാഷ്ട്രീയ അട്ടിമറി പോലീസിനുള്ളിൽ ഇപ്പോഴും CPMന്റെ ചില പ്രവർത്തകർ നുഴഞ്ഞു കയറി ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ സജീവമാവുകയും വാർത്താ മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്യുമെന്ന് കണ്ടതോടുകൂടി വീണ വളരെ പെട്ടെന്ന് EDയുടെ മുമ്പിൽ ഹാജരായി. എന്നിട്ട് പറയുന്നു, ഞാനും അതായത് എൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും CMRലും തമ്മിൽ ചില ഉടമ്പടികളുണ്ട്, കരാറിൽ ഏർപ്പെട്ടു, അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സേവനം നൽകി, അതിനെന്താ തെറ്റ്? ED പറഞ്ഞു, ഒരു തെറ്റുമില്ല, നിങ്ങൾ തമ്മിൽ ഒപ്പിട്ട എഗ്രിമെന്റ് കാണിക്കൂ, അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കൂ, ഒരു രേഖയുമില്ല, ഞങ്ങൾ വാക്കാൽ പറഞ്ഞു. 2 കമ്പനികൾ തമ്മിൽ സേവനം നടത്തണമെങ്കിൽ ഏതെങ്കിലും കാലത്ത് വാക്കാൽ സമ്മതിക്കുമോ? മാത്രമല്ല 2.78 കോടി രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നു. ശരി, എന്ത് സേവനത്തിനാണ് നിങ്ങൾക്ക് ഇത് പണം കിട്ടിയതും ആ സേവനത്തിന്റെ വിവരങ്ങൾ പറ. അത് എക്സാലോജിക്കിലെ മുൻ ജീവനക്കാർക്കേ അറിയുള്ളൂ. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി വീണ പറഞ്ഞതൊക്കെ കള്ളമാണ്. 1-ാം ഘട്ടത്തിൽ വീണ നൽകിയ മൊഴി, 2-ാം ഘട്ടത്തിൽ വീണ നൽകിയ മൊഴി പരസ്പര വിരുദ്ധമാണെന്ന് വളരെ പെട്ടെന്ന് ED കണ്ടെത്തി. SFIO നൽകിയ 137 രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലും വൈരുദ്ധ്യമുണ്ടെന്ന് കണക്കാക്കി. അങ്ങനെ എല്ലാ രീതിയിലും വൈരുദ്ധ്യമുള്ള വീണ വളരെ പെട്ടെന്ന് EDയുടെ മുമ്പിൽ 9 മണിക്കൂർ ഇരുന്നു കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആട്ടിൻകുട്ടിയുടെ ഒരു രൂപത്തിൽ പാവ ശാന്ത സ്വരൂപിണിയായിട്ട് അവിടെ പോയി ഇരുന്നു കൊടുക്കണമെങ്കിൽ EDയുടെ ഒരു സിമ്പതി നേടിയെടുക്കാൻ കഴിയുമെന്ന ചിന്ത അതിന് പിന്നിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഈ
വീണ പോയതിന് പിന്നിൽ ഇപ്പോൾ ഈ പാളയം സന്തോഷ് രാജ്യം വിട്ടു, 25 പേർ ഇപ്പോഴും ജയിലിലാണ് ജാമ്യം കിട്ടാതെ. ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ കോടതി രാജ്യദ്രോഹപരമായ കുറ്റം വരെ ഉണ്ട് ഇതിൽ, അതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെടുന്നു. സ്വാഭാവികമായി വീണയെ രക്ഷിക്കാൻ ഇനി ആരുമില്ല. മാത്രമല്ല ഇഡിയുടെ അടുത്തേക്ക് വീണ എത്തിയപ്പോൾ വീണയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ നേരത്ത് ഇഡി ചോദിക്കുന്നത് പിണറായി വിജയനും CMRL തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പിണറായി സർക്കാരിന്റെ, അതായത് 10 കൊല്ലം ഭരിച്ച പിണറായി സർക്കാരിലേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് പിണറായി വിജയന് CMRL പണം നൽകിയത്? എന്ത് സേവനത്തിനാണ് പിണറായി സർക്കാരിന് CMRL പണം നൽകിയത്? ആ സേവനം വഴിവിട്ട രീതിയിൽ വല്ലതുമായിരുന്നു എന്ന തരത്തിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഇത്തരത്തിൽ പിണറായി വിജയനിലേക്ക് കൂടി ഈ അന്വേഷണം എത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായും വീണയുടെ വായിൽ നിന്ന് ചില നിർണായകമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാളയം സന്തോഷ് ഇന്ത്യ വിട്ടു, കേരളത്തിലെ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് ബൈക്കിൽ പോകുന്ന പിള്ളേരെയും അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരു തൂഫാൻ ഓപ്പറേഷൻ ഒക്കെ നമ്മുടെ കേരളം ലഹരി മുക്തമാക്കാൻ, ക്ലീൻ ആക്കാനൊക്കെ പോലീസ് എടുക്കുന്ന ആ നിലപാടിനോടൊപ്പം യോജിച്ച് തന്നെയാണ് മാധ്യമ പ്രവർത്തകരായി നമ്മൾ നിൽക്കുന്നത്. അതിനെന്ത് സഹായവും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ ഒരു ചീള് CPM നേതാവിനെ പിടിക്കാൻ കഴിയാതെ അയാൾ ഇന്ത്യ വിടുമ്പോ 30 അംഗ സംഘത്തെ അതിനുവേണ്ടി നിയോഗിച്ചിട്ട് അവർക്ക് അയാളുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഈ കാക്കി ഉരി വെച്ചിട്ട് വല്ല കളയ്ക്കാനും പോകുന്നതാണ് നല്ലത്. പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇഡിയെ ആക്രമിച്ച ഒരുത്തന് ജാമ്യം കൊടുത്തു, ഇഡിയെ ഉപദ്രവിച്ച് കൊല്ലാൻ നോക്കിയ ഒരുത്തൻ ഇന്ത്യ വിടുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ ഇന്ത്യ വിടണമെങ്കിൽ ഇയാളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിൽ പിണറായിയോട് അനുകമ്പയുള്ള, പിണറായിയോട് സഹതാപമുള്ള, പിണറായിയെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്ന മന്ത്രിമാർ, നേതാക്കളടക്കം ഇപ്പോഴും UDF ഉണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ പാളയ സന്തോഷിന് ഈസിയായി രക്ഷപ്പെടാൻ സാധിച്ചത്. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം പാളയ സന്തോഷില്ല, IP വിനുവില്ല, വൈശാഖില്ല, അങ്ങനത്തെ കുറെ CPM നേതാക്കളുണ്ട്. ഇവന്മാരാരും രക്ഷിക്കാനില്ല. എന്തിനേറെ പറയുന്നു, താലി കെട്ടിയ ഭർത്താവ് മുഹമ്മദ് റിയാസ് പോലും ഇല്ല. റിയാസിന് ആ കാറിൽ ഇരിക്കാനേ കഴിയൂ. ഇഡിയുടെ അടുത്ത് പോയിട്ട് എന്റെ ഭാര്യ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? എങ്കിൽ അടുത്ത പ്രാവശ്യം ഇഡി വിളിക്കുന്നത് റിയാസിനെ ആയിരിക്കാം. അതുകൊണ്ട് റിയാസിന് പോലും അവിടെ പോകാൻ കഴിയില്ല. റിയാസ് പോകത്ത് മറ്റൊന്നും കൊണ്ടല്ലോ, അവസാന ശ്വാസം വരെ പോരാടാൻ വേണ്ടി ഫേസ്ബുക്കിൽ നിരന്തരം പോരാടുന്നുണ്ടല്ലോ, അതുപോലെ അല്ല അതേ ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവിന് ഇതിൽ കൂടുതൽ ചെയ്യാൻ കഴിയില്ല. അത് തെളിയിച്ചതാണ് അദ്ദേഹം. വിജയൻ നിയമസഭയിലൊക്കെ കടന്ന് ഘോരം പ്രസംഗിച്ചു. മകളെ കുറിച്ച് പറഞ്ഞാൽ മിണ്ടാതെ കേട്ടോണ്ടിരിക്കുമെന്ന് നിങ്ങൾ ആരും കരുതണ്ട എന്നൊക്കെയായിരുന്നു വിജയന്റെ പ്രസംഗം. ആ പ്രസംഗം ഇപ്പോഴും എന്റെ കിടപ്പുണ്ട്. ഞാൻ ഡെയിലി അതെടുത്ത് നോക്കും. വീണയെ ഈ ചോദ്യം ചെയ്യാനൊക്കെ വിളിക്കുമ്പോൾ എന്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല, വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമെന്ന് കരുതണ്ട. ഇപ്പോ ഇഡി നിരന്തരം വിളിച്ചോണ്ടിരിക്കുകയാണ് മകളെ. ഇനി അടുത്ത 3-ാം തവണയും വിളിക്കുകയാണ്. ഇഡിക്ക് വേറെ ജോലി കൂടി ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ ഇഡിയുടെ ഡയറക്ടർ രാഹുൽ നവീൻ കേരളത്തിൽ വന്ന് 4 ദിവസം ഇവിടെ താമസിച്ച് ചർച്ച നടത്തി ചോദ്യാവലികളെല്ലാം തയ്യാറാക്കിയിട്ട് ഇവിടെ പോയത് ഡെപ്യൂട്ടി ഇപ്പൊ ഡെപ്യൂട്ടി ഹെഡാണല്ലേ ഇപ്പോ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ഇഡിക്ക് കൃത്യമായി അറിയാം വീണയ്ക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ശ്രീജി. കാരണം വീണയൊക്കെ അമൂൽ ബേബികളാണ്. ഈ ഉരുട്ടി വായിൽ വെച്ച് കൊടുത്ത് ചവച്ചരച്ച് ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച പിള്ളേരല്ല, CBSE സ്കൂളിൽ പഠിച്ച പിള്ളേരാണ്. ഇവർക്കൊന്നും ഒരു പരിധിക്കപ്പുറം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് സ്കൂളിൽ പഠിച്ചതായാലും CBSE സ്കൂളിൽ പഠിച്ചാലും PDയുടെ മുന്നിലും പോലീസിന്റെ മുന്നിലൊന്നും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം എല്ലാ അടവും പയറ്റി തെളിഞ്ഞു വന്നവരാണ് അവര്. വീണയെ സംബന്ധിച്ച് ഒട്ടും പറ്റില്ല. കാരണം 24 മണിക്കൂർ സംരക്ഷിക്കാൻ പിണറായി ഉണ്ട്, കമലയുണ്ട്, CPM ഗുണ്ടകളുണ്ട്, CPMന്റെ നേതാക്കളുണ്ട്. ഇപ്പൊ ആരുമില്ല. ഇഡിക്ക് മുന്നിലേക്ക് ഒറ്റയ്ക്കാണ് വീണ കടന്നു ചെല്ലുന്നത്. സ്വാഭാവികമായി വീണയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പൊ വീണ ഡാഡിയുടെ പേര് പറയും. ഉറപ്പാണ് ഡാഡിയും CMRL തമ്മിലുള്ള, അങ്കിളും ഡാഡിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തായാലും പറയും. അത് ഇഡിക്ക് കിട്ടും. ഇഡി അത് ചോദ്യം ചെയ്യും. നമ്മളിത് നിസ്സാരമായി കാണുന്നെങ്കിൽ പോലും ഒരു രേഖ ഇല്ലാതെ ഒരു കമ്പനിക്ക് വേണ്ടി 2.78 കോടി രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ വമ്പൻ കുംഭകോണ അഴിമതി നടന്നിട്ടുണ്ട്. അത് പുറത്ത് കൊണ്ടുവരും. അത് പുറം ലോകം അറിയും. അതുവരെ ഇഡി ഇനി അടുത്ത ചിലപ്പോ ഇന്നലെ വീണയെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇനി ഒരു ചോദ്യം ചെയ്യലിൽ ഒരുപക്ഷെ
പിണറായിയെ കൂടെ ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ, കാരണം പിണറായിലേക്ക് കൂടി ഇത് എത്തുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ, അടുത്ത ഘട്ടത്തിൽ വീണയുടെ അറസ്റ്റിലേക്കാണ് ഇത് പോകുന്നതെങ്കിൽ CPM തകർന്നിരിക്കുന്ന CPM തകരില്ല, പക്ഷെ പിണറായി തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.